ഗസയിലേക്കാണ്. ഇന്നും കേട്ട വാർത്ത ഹൃദയം തകർക്കുന്നതാണ്. അവിടെ ഒരു സ്കൂളിന് നേരെ വലിയ ബോംബിംഗ് ഉണ്ടായി. 100-ലധികം ആളുകൾ മരിച്ചുപോയി. ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന ഇടമാണ്. നരനായാട്ട് ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ദാവൂദ് സർ, നമ്മളെ ഈ വിഷയം നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഞാൻ ഇന്നും എപ്പോഴും ഓർക്കുന്ന ഒരു വാക്ക്, ഈ ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന കുഞ്ഞുമക്കളോട് പോലും യുദ്ധം പ്രഖ്യാപിച്ച ലോകത്തെ ഒരേ ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാ വേദനകളും ഉൾക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനാ സമയത്താണ് ഈ ബോംബിംഗ് നടന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം ആളുകൾ, അതായത് നോക്കൂ, അഭയം തേടി ഒരു ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് നേരെയാണ് വീണ്ടും ഈ ആക്രമണം നടക്കുന്നത്. അപ്പോഴെല്ലാവർക്കും ഉത്തരവില്ലാത്തപ്പോഴൊക്കെ അവർ പറയുന്നത് അവിടെ ഹമാസിൻ്റെ താവളമാണ്, അതുകൊണ്ട് ഞങ്ങൾ ആക്രമിച്ചു എന്നാണ്. ഇനി എത്ര കണ്ട് നമ്മൾ ഈ ദുരിതവും ദുഃഖം കാണണം? അല്ല, അത് നോക്കൂ രേഷ്മ, നമ്മൾ മനുഷ്യവംശം ഉണ്ടായതിന് ശേഷമുള്ള ഹിംസയുടെ ചരിത്രം, മനുഷ്യൻ ചെയ്തു കൂട്ടിയ ഹിംസ, അത് മൊത്തത്തിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു തട്ടിൽ വെക്കുകയും ഒക്ടോബർ 7-ന് ശേഷം ഗസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്ന ഹിംസയുണ്ടല്ലോ, അതിനെ മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ തട്ടായിരിക്കും താഴ്ന്നു നിൽക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനുഷ്യ സമുദായത്തിൻ്റെ അനുഭവത്തിൽ ഇത്രയും ഭീകരമായിട്ടുള്ള അതിക്രമം, ഹിംസ ഉണ്ടാകില്ലെന്ന് തന്നെ പറയാം. അതിന് കാരണം വെച്ചാൽ ഇപ്പോൾ 1-ാം ലോക മഹായുദ്ധത്തിൽ, 2-ാം ലോക മഹായുദ്ധത്തിൽ, ഹിരോഷിമയിൽ എന്നൊക്കെ ആളുകൾ ചോദിക്കും. നമുക്ക് 1-ാം ലോക യുദ്ധം, 2-ാം ലോക യുദ്ധം എന്നൊക്കെ പറയുന്നത് 10 വർഷം നീണ്ടു നിന്നൊരു പ്രക്രിയയാണ്. അത് ഈ ഭൂമി മൊത്തം നീണ്ടു നിന്ന് ലോകം മൊത്തം പരന്നു കിടക്കുന്ന സംഭവങ്ങളാണ്. ഗസ എന്ന് പറയുന്നതാണ് ഒരു കുഞ്ഞു ദേശമാണ്. ഒരു കുഞ്ഞു ദേശത്ത് ഇത്രയും കുറഞ്ഞ കാലം ഇത്രയും മാരകമായ ആക്രമണം, അങ്ങനൊരു അനുഭവം മനുഷ്യ ചരിത്രത്തിലുണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ഇഞ്ച് പോലും ബോംബ് വീഴാതെ ബാക്കിയില്ല. അങ്ങനെ എല്ലായിടത്തും ഇൻക്യുബേറ്റേഴ്സിൽ ബോംബിടുന്നു, മെറ്റേണിറ്റി വാർഡിൽ ബോംബിടുന്നു, ക്യാൻസർ ഹോസ്പിറ്റൽ ബോംബിടുന്നു, ഡയാലിസിസ് പേഷ്യൻസിൻ്റെ വാർഡിൽ ബോംബിടുന്നു, സ്കൂളുകളിൽ, കിൻഡർ ഗാർട്ടനുകളിൽ, എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം ബോംബിടുക എന്നുള്ളതാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എല്ലാ സ്കൂളുകളും UN കണക്ക് പ്രകാരം 76% സ്കൂളുകൾ ഇതിനകം തകർക്കപ്പെട്ട് കഴിഞ്ഞു. 97 യൂണിവേഴ്സിറ്റികൾ തകർക്കപ്പെട്ട് കഴിഞ്ഞു. 103 പ്രൊഫസർമാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഇതാണിപ്പോൾ ഈ ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആ ഒരു ഏരിയയിൽ പുതിയൊരു വാക്ക് രൂപപ്പെട്ടത്, സ്കോളസ്റ്റിസൈഡ് എന്ന് പറയുന്നൊരു വാക്ക്. എഡ്യൂസൈഡ്, സ്കോളസ്റ്റിസൈഡ് എന്ന് പറയുന്ന 2 വാക്കുകൾ നമുക്ക് ഈ ഡിബേറ്റിൽ ഇപ്പോൾ കാണാൻ പറ്റും. സാധാരണ ഭാഷയിൽ പ്രയോഗത്തിലില്ലാത്ത 2 വാക്കുകളാണ്. ഇപ്പം ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കോളസ്റ്റിസൈഡ് എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്യുകയും IHL ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോയിൽ അത് ഉൾപ്പെടുത്തുകയും ചെയ്യണം എന്നൊരു വാദം ഇപ്പോൾ നടക്കുന്നുണ്ട് ജൂറിസ്റ്റുകൾക്കിടയിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജിനോസൈഡ് എന്നത് പറയുന്നത് പോലെ ഞാൻ മുമ്പ് പറഞ്ഞു, ഡൊമിസൈഡ് എന്ന വാക്ക് വന്നിട്ടുണ്ട്, വീടുകൾ തകർക്കുന്നതിനെ കുറിച്ച്. അതേപോലെ ഈ ഗസയിൽ ഇപ്പോൾ നടക്കുന്നത് സ്കോളസ്റ്റിസൈഡ് കൂടെയാണ്, വിദ്യാഭ്യാസം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 76% സ്കൂളുകൾ അവിടെ സമ്പൂർണ്ണമായി തകർക്കപ്പെട്ട് കഴിഞ്ഞു. ബാക്കി ഭാഗികമായി തകർക്കപ്പെട്ടാണ്. അങ്ങനെ ഭാഗികമായി തകർക്കപ്പെട്ട സ്കൂളുകളിലാണ് നിങ്ങൾ വീട്ടിൽ നിൽക്കരുത്, വീട് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് ലഘുലേഖ ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്നു. അവിടെ നിന്നുള്ള കുടുംബങ്ങൾ ഒന്നിച്ച് ഇത്തരം സ്കൂളുകളിൽ പോയി താമസിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ താമസിക്കുന്ന ഒരു സ്കൂളിലാണ് അവർ രാവിലെ എഴുന്നേറ്റ് ഈ സ്വബഹി നമസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക കൊണ്ടുവന്ന് ബോംബിടുകയാണ്. അപ്പോൾ 100 ചില്ലാൻ ആളുകൾ മരിച്ചു എന്നാണ് വന്ന വാർത്തകൾ. അത് 93 അതിൻ്റെ കൃത്യം കണക്കെന്ന് ഒടുവിൽ വാർത്ത വരുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ പരിക്കേറ്റ് ആശുപത്രി കിടക്കുന്നുണ്ട്. മരണസംഖ്യ ഇതിനും കൂടെ മഹാഭൂരിപക്ഷവും കുട്ടികളാണ്. അപ്പോൾ അതിനോടുള്ള IDFൻ്റെ, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഔദ്യോഗിക പ്രതികരണം എന്താ അറിയോ? കൗണ്ട് ഈസ് നോട്ട് ആക്യുറേറ്റ് എന്നുള്ളതാണ്. നിങ്ങൾ സ്കൂളിൽ ബോംബിട്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടല്ലോ എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ IDFൻ്റെ സ്പോക്സ്മാൻ പറയുന്നത് കൗണ്ട് ഈസ് നോട്ട് ആക്യുറേറ്റ്. നിങ്ങൾ പറഞ്ഞ എണ്ണം ശരിയല്ല, എക്സാജറേറ്റഡ്. ഇങ്ങനെ മനുഷ്യർക്ക് പ്രതികരിക്കാൻ പറ്റും. അതേ കുറേ കുഞ്ഞുങ്ങളെ കൊന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൗണ്ട് ഈസ് നോട്ട് ആക്യുറേറ്റ് എന്ന് മറുപടി പറയാൻ പറ്റണമെങ്കിൽ അവരുടെ ബോധം എന്താണെന്ന് ആലോചിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഹിംസ, കുഞ്ഞുങ്ങളെ കൊല്ലുക എന്നുള്ളത് അതൊരു വിഷയമേ അല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ഗസയിൽ കൊല്ലപ്പെട്ട 40,000 അടുത്ത ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. 33% കുട്ടികളാണ്, 24% സ്ത്രീകളാണ്. ഇവരെന്താ പറയുന്നത്? അതൊക്കെ ഹമാസ് ടാർഗറ്റുകളാണെന്നാണ്.
നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും പ്രെസിഷൻ അമ്യുണിഷനുള്ള രാജ്യമാണ്, ഏറ്റവും സൂക്ഷ്മായുധങ്ങളുള്ള രാജ്യമാണ്, ഏറ്റവും മികച്ച സർവിലൻസ് ടെക്നോളജിയുള്ള രാജ്യമാണ്. ഒരു സ്കൂളിൽ ഇത് സ്കൂൾ ഹമാസ് ബേസ് ആണോ, കുഞ്ഞുങ്ങൾ നിസ്കരിക്കുകയാണോ എന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞാൽ ലോകത്ത് ആരും വിശ്വസിക്കില്ല. കാരണം അവരുടെ സംവിധാനം അവർക്കുണ്ട്, അതിനുള്ള എല്ലാ സംവിധാനവും അവർക്കുണ്ട്. ഇനി നോക്കൂ, ആക്ച്വലി അവിടെ ഹമാസ് വോളണ്ടിയേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം നിങ്ങൾ ഒരാളെ ഹമാസ് എന്ന് കാറ്റഗറൈസ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കൂടെ പ്രശ്നമുണ്ട്. കാരണം അവിടെ ഭരിക്കുന്നത് ഹമാസാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ അയാൾ ഹമാസിൻ്റെ ഉദ്യോഗസ്ഥനായിരിക്കുമല്ലോ, ഹമാസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരിക്കും. അയാളെ നിങ്ങൾ ഹമാസ് ടാർഗറ്റായിട്ടാണോ കാണുന്നതെന്നൊരു പ്രശ്നമുണ്ട്. സ്കൂളിലെ അധ്യാപകൻ അയാൾ ഹമാസ് ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ഒരാളാണ്. അയാൾ ഹമാസ് ആയിട്ടാണോ ഒരു അധ്യാപകനായിട്ടാണോ നിങ്ങൾ കാണുന്നത്? ഒരു ആംബുലൻസ് ഡ്രൈവർ അയാളൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അയാൾ നിങ്ങൾ ഹമാസ് ആയിട്ടാണോ കാണുന്നത്? അതല്ല ആംബുലൻസ് ഡ്രൈവറായിട്ടാണ്? ഈ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. നിങ്ങൾ ഹമാസ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എനിവേ യഥാർത്ഥത്തിൽ നിന്നുള്ള ഹമാസുകാർ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ താമസിക്കുന്നു വിചാരിക്കുക. ആ ഹമാസുകാരെ കൊല്ലാൻ ഈ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാം, അങ്ങനെ ഒന്നുണ്ടോ? ലോകത്ത് ഏത് നീതിശാസ്ത്രത്തിലാണ് അങ്ങനെയുള്ളത്? ഏത് ഇൻ്റർനാഷണൽ ലോയിൽ അങ്ങനെയുണ്ട്? യുദ്ധ നിയമത്തിൽ അതുണ്ടോ? അപ്പോൾ ഒരു കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഒരിടത്ത് നിങ്ങളുടെ ടാർഗറ്റായിട്ടുള്ള 1-2 ആളുകൾ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാം, അവനെ കൊല്ലാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലാം എന്ന് ആരാണ് ഇവരോട് പറഞ്ഞത്? ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മനുഷ്യത്വം എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമുണ്ടല്ലോ, അതിൽ തരുമ്പം വിശ്വാസമില്ലാത്തവരാണ്. കഴിഞ്ഞ ആഴ്ച അവിടെ വേറൊരു സംഭവമുണ്ട്. അവിടുത്തെ ഒരു കുപ്രസിദ്ധമായിട്ടൊരു ഡിറ്റൻഷൻ സെൻറ്റർ എന്താണ്, സിദേ തമീം എന്ന് പറയുന്ന ജയിലിൽ, അത് ഗാണ്ടനാമോ ഓഫ് ഇസ്രായേൽ എന്നാണ് അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ പറയുന്നത്. അബൂ ഖുറൈബ് ഗാണ്ടനാമോ എന്നൊക്കെ പറഞ്ഞു. അവിടെ അതിഭീകരമായിട്ടുള്ള പീഡനങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പലസ്തീനി ഗസയിൽ നിന്നുള്ളൊരു തടവുകാരൻ്റെ മലദ്വാരത്തിൽ ഇരുമ്പ് കമ്പി കുത്തിക്കയറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. സമാനമായ ഭീകരത ഭയങ്കരമായിട്ട് അവിടെ നടക്കുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ട് വന്നതാണ്. പക്ഷേ ഇത് ദൃശ്യങ്ങൾ, വീഡിയോ ഫുട്ടേജസ് പുറത്തു വന്നു. അങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് വലിയ വിഷയമായി. അപ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൽ കുറ്റാരോപിക്കപ്പെടുന്ന 10 ആളുകളെ അറസ്റ്റ് ചെയ്തു. 10 സൈനിക ഉദ്യോഗസ്ഥരുള്ള റിസർവിസ്റ്റുകൾ അറസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? അവിടുത്തെ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടേക്ക് മാർച്ച് നടക്കുകയാണ്. ആ ക്യാമ്പിലേക്ക്, അവിടുത്തെ പട്ടാള ഔട്ട് പോസ്റ്റിലേക്ക് മാർച്ച് നടക്കുന്നു, ഗേറ്റ് തല്ലിപ്പൊളിക്കുന്നു. അവിടുത്തെ ഒരു മന്ത്രി പ്രഖ്യാപിച്ചത് വാട്ട് ഈസ് ഡൺ ഈസ് ലെജിറ്റിമേറ്റ്. അന്വേഷണം നടക്കേണ്ടതെക്കുറിച്ചല്ല, ഇതെങ്ങനെ ലീക്കായി. അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്ററാണ് പ്രഖ്യാപിക്കുന്നത് ഈ വീഡിയോ ഫുട്ടേജ് എങ്ങനെ ലീക്കായി എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ നിയമിക്കണം, അന്വേഷണ സമിതിയെ നിയമിക്കണം എന്നാണ് അവിടുത്തെ ഒരു മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. അവിടുത്തെ ഒരു പ്രസിദ്ധനായ ഒരു ജേർണലിസ്റ്റ് ചാനൽ 12, ഈ വാർത്ത ആദ്യം പുറത്തുവിട്ട് ചാനൽ 12 ആണ്, അതിൻ്റെ ഒരു ടോക്ക് ഷോയിൽ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇതെല്ലാം നമ്മൾ അവരോട് ചെയ്യേണ്ടതാണ്, പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്ന തരത്തിൽ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഉടനടി ചെയ്യേണ്ടത് പലസ്തീനികളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്ഥാപിക്കുന്ന തരത്തിൽ നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും നമ്മളുടെ നിയമങ്ങളെയും മാറ്റണമെന്നാണ് ഒരു ജേർണലിസ്റ്റ് പരസ്യമായി ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നത്. ഈ നിലക്കാണ് ഇങ്ങനെയുള്ളൊരു രാജ്യമാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. അപ്പോൾ ഇത് നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കുക, ഈ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ഹമാസും ഇസ്രായേലും തമ്മിലൊരു സീസ് ഫയർ ഉണ്ടായിരുന്നല്ലോ കുറഞ്ഞ ദിവസത്തേക്ക്. ഹമാസിൻ്റെ കയ്യിലെ കുറച്ച് തടവുകാരെ വിട്ടേക്കുക, പലസ്തീനി തടവുകാരെ ഇസ്രായേലും വിട്ടേക്കുക എന്നാണ്. ആ സമയത്ത് ഈ ഗസയിലുള്ള ബന്ദികൾ, ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികൾ പുറത്തു വന്നതിന് ശേഷം അവർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ആ തടവ് കാലത്തെക്കുറിച്ച് അവർ പറഞ്ഞു, അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച്, അവിടെ ഉണ്ടായിട്ടുള്ള അവർ അനുഭവിച്ചിട്ടുള്ള വാമത്തിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചല്ലോ, ധാരാളമായി സംസാരിച്ചു. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലി മന്ത്രി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു PR ഡിസാസ്റ്ററായി മാറിക്കഴിഞ്ഞതാണ്. അന്ന് തന്നെ ഫലസ്തീനിൽ നിന്ന് ഇസ്രായേലി ജയിലിൽ നിന്നുള്ള തടവുകാരും പുറത്തു വന്നു. ആ ഇസ്രായേലി ജയിലിൽ നിന്നുള്ള തടവുകാരെന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞവർ, 15 വർഷം കഴിഞ്ഞവരൊക്കെ ഉണ്ട്. അവരെന്താ സംസാരിച്ചത് അത് നമ്മൾ കണ്ടാണ്. അപ്പോൾ ഈ ഹമാസിൻ്റെ കയ്യിലുള്ള ബന്ദികൾ പുറത്തു വന്നപ്പോൾ സംസാരിച്ചതിനെക്കുറിച്ച് കേരളത്തിലെ ഈ നവനാസ്തിക ബുദ്ധിജീവികളൊക്കെ പറഞ്ഞ കാര്യം എന്താ പറയുക, അത് സ്റ്റോക്ക്ഹോം സിൻഡ്രോമാണ്. സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ബന്ധനസ്ഥാക്കിയവനോട് ഉണ്ടാവുന്ന സ്നേഹം. സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരങ്ങനെ സംസാരിച്ചത്. അതുകൊണ്ട് ഹമാസ് അങ്ങനെ നന്നായിട്ട് പെരുമാറിയിട്ടൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, ഇസ്രായേലി ജയിലിൽ വർഷങ്ങളോളം കഴിഞ്ഞ് ഇവർക്ക് ആർക്കും സ്റ്റോക്ക്ഹോം സിൻഡ്രോം ബാധിക്കാത്തതെന്ത്? അങ്ങനെ ചോദ്യമുണ്ടല്ലോ. ഈ 15 ദിവസവും 20 ദിവസവും ഇവിടെ താമസിച്ച ആളുകൾക്ക് സ്റ്റോക്ക്ഹോം സിൻഡ്രോം വരുന്നു. അവിടെ 10 വർഷം 15 വർഷം താമസിച്ച സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഇല്ലെന്ന് മാത്രമല്ല, അവിടെ അനുഭവിച്ച
പീഡനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ സംസാരിക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങൾ, യുദ്ധ നിയമങ്ങൾ, ഇതൊന്നും ബാധകമല്ല. അമാലിക്കുകളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് നെതന്യാഹു പട്ടാളക്കാരെ അയക്കുന്നത്. അമാലിക് അതൊരു ബിബ്ലിക്കൽ റെഫറൻസാണ്. എന്നാൽ കുഞ്ഞുങ്ങളെ കൊല്ലാം, സ്ത്രീകളെ കൊല്ലാം, വൃദ്ധരെ കൊല്ലാം, അവിടെയുള്ള കഴുതകളെപ്പോലും കൊല്ലാമെന്നാണ് അത് പറയുന്നത്. അമാലിക്കുകൾ അങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് പറയുന്നത്. അതേപോലെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞയച്ചവരാണ് ഈ IDF പറഞ്ഞാൽ. പക്ഷേ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇത് ഇത്രയും ഭീകരമായ സംഭവം ഉണ്ടാകുമ്പോൾ ഇതേ സമയത്ത് തന്നെ പുറത്തു വന്ന വാർത്തയാണ് അമേരിക്ക കൂടുതൽ പണം അനുവദിച്ചിരിക്കുന്നു. എത്രയോ ബില്യൺ അധികമായിട്ട് ആയുധങ്ങൾക്ക്. അപ്പോൾ ലോകത്ത് മനുഷ്യാവകാശത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പുരോഗമനത്തിൻ്റെയും കാവൽക്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങൾ ഈ പറയുന്ന കുഞ്ഞുങ്ങളുടെ രക്തം കൊണ്ട് ആഘോഷിക്കുകയാണ്. അതിന് സമ്പൂർണ്ണമായ പിന്തുണ നൽകുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു വാട്ടർഷെഡ്, ഹ്യൂമാനിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വാട്ടർഷെഡ് മൂമെൻ്റ് ആയിരിക്കും. ഇതൊന്നും അധികകാലം മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. ഏതെങ്കിലും നിലക്ക് ചരിത്രം എന്ന് പറയുന്നത് അത്ര എപ്പോഴും നിസ്സംഗമായി നിൽക്കുന്ന സംഗതിയല്ല. ചരിത്രം ഇതിനെല്ലാം മറുപടി പറയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, ഞാൻ ചിന്തിക്കുന്നത് ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്യാൻ സൈക്കോളജിക്കലി ഇവരുടെ ഒരു മനസ്സ് എന്താണെന്നുള്ളതാണ്. അത് മനസ്സിലാക്കണം. നമ്മൾ ഒന്നാം രണ്ടാം ഇൻതിഫാദകൾ അടുത്ത് നിന്ന് കാണാൻ ഇവിടെ നിന്ന് വാർത്ത വായിച്ചാൽ മതി. ഞാൻ ഈ ഒന്ന് രണ്ട് ഇൻതിഫാദയുടെ കാലത്ത് ഈ വാർത്തകൾ ഞാൻ ഫോളോ ചെയ്തിരുന്നതാണ്. എൻ്റെ ചെറുപ്പം മുതലാണ്, സ്കൂൾ പഠിക്കുമ്പോൾ പോലെ തന്നെ. അപ്പോൾ ഈ രണ്ടാം ഇൻതിഫാദയുടെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മാധ്യമങ്ങളിൽ വരുന്ന ചിത്രങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇസ്രായേലി പട്ടാളക്കാരൻ്റെ തോക്കിന് മുമ്പിൽ നെഞ്ചു വിരിച്ച് നിൽക്കുന്ന ചെറിയ കുട്ടികളെ കയറി 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ. അവർ കല്ലെടുത്ത് കയറിയിട്ടുണ്ടാവും. കല്ലെടുത്തെറിയ കവണ കൊണ്ട് ഈ ഇസ്രായേൽ പട്ടാളക്കാരൻ തോക്കിക്കൊണ്ട് നിൽക്കും. പിന്നെ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ ഈ കുട്ടികളുടെ നെറ്റിയിലോ കഴുത്തിലോ നെഞ്ചിലൊക്കെ വെടിയേറ്റ് മരിച്ചു കിടന്ന പടമായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇത് നിരന്തരം മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഒന്ന് വരുമായിരുന്നു. അന്ന് ടെലിവിഷനിലൊന്നും അത്ര ഇസ്രായേൽ കവർ ഇന്നത്തെ പോലെ എക്സ്റ്റെൻസീവ് അല്ല. അന്ന് പത്രങ്ങളിലൊക്കെ വരും, വാർത്തകൾ വരും, ഇങ്ങനെ കുട്ടികൾ മരിച്ചു കിടന്നു. അപ്പോൾ നമ്മളെന്നാ ആലോചിക്കും, എങ്ങനെയാണ് കുട്ടികളെയൊക്കെ വെടിവെച്ച് എല്ലാം കഴിയുക? ഈ ഒരു പട്ടാളക്കാരൻ അപ്പോൾ അവൻ കല്ല് വെച്ച് എറിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ. അതായത് അന്ന് ഗസ ഓക്യുപ്പൈഡ് ആണ് ഇസ്രായേലിൻ്റെ. അപ്പോൾ അവരുടെ നാട്ടിലേക്ക് ഇസ്രായേൽ പട്ടാളം കടന്നു വരുമ്പോൾ അവിടുത്തെ ഒരു പയ്യൻ്റെ അടുത്ത് കല്ല് വെച്ച് എറിയാണെന്ന് തന്നെ ഇരിക്കട്ടെ. എങ്ങനെയാണ് വെടിവെച്ചു എല്ലാം നമുക്കന്ന് തോന്നുമായിരുന്നു. പിന്നെ നമ്മളതിനെ പറ്റി വായിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഇസ്രായേലിൻ്റെ ഐഡിയോളജിയാണ് കുട്ടികളെ കൊല്ലുക എന്നുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ അത് പലപ്പോഴായിട്ട് ഈ ഇസ്രായേൽ റൈറ്റ് വിങ്ങേഴ്സ് പറയും അവിടെ ജനിക്കുന്ന ഓരോ കുട്ടിയും ഭീകരന്മാരാണ്, അതായത് ഗസയിൽ ജനിക്കുന്ന ഓരോ കുട്ടിയും ഭീകരന്മാരാണ്. അപ്പോൾ അവരെ നേരത്തെ കൊന്നു കളഞ്ഞാൽ നമുക്ക് പണി പെട്ടെന്ന് അവസാനിക്കുമല്ലോ. അപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അവിടുത്തെ പോപ്പുലേഷനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. സ്ത്രീകളെ കൊന്നാൽ പിന്നെ അവർ പ്രസവിക്കില്ലല്ലോ, കുട്ടികളെ കൊന്നാൽ അവർ വളർന്നു വലുതാവില്ല. അപ്പോൾ മുതിർന്നവരെ കൊല്ലുന്നതിനേക്കാൾ എളുപ്പവുമാണ്, അവർക്ക് കുറേ കൂടി ഫലപ്രാപ്തിയുള്ളൊരു കാര്യമാണ് കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുക എന്നുള്ളത്. കൂടുതൽ ഭീകരന്മാരെ അവർ പ്രസവിക്കില്ല, ഇവരൊന്നും വളർന്ന് പിന്നെ ഭീകരന്മാരാവില്ല. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അതൊരു വലിയ മനുഷ്യത്വരഹിതമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ നമ്മൾ മനുഷ്യത്വരഹിതം എന്ന് കരുതുന്ന പല കാര്യങ്ങളെയും ഐഡിയോളജിക്കലി ശരിയാണെന്ന് വിശ്വസിക്കുകയും അത് തൻ്റെ ധർമ്മമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന നിരവധി പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. ഇപ്പോൾ VD സവർക്കർ പരസ്യമായിട്ട് എഴുതിയുള്ള ഒരു കാര്യമാണല്ലോ, ശത്രുവിൻ്റെ മുമ്പിൽ ശത്രുവിനോട് എന്ത് ചെയ്യുന്നതിനും, അവൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നതിനോ അവൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവൻ്റെ പെൺമക്കളെ റേപ്പ് ചെയ്യുന്നതിനൊന്നും നമ്മുടെ ധർമ്മസംഹിത ഇതിന് നിൽക്കേണ്ടതില്ല എന്ന് VD സവർക്കർ എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സിദ്ധാന്തം ഇപ്പോൾ അമലേക്കിയരോട് എന്ത് ചെയ്തോ അത് ചെയ്യാൻ ബെന്യാമിൻ നെതന്യാഹു പറയുന്നു അത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സിദ്ധാന്തവും യഥാർത്ഥത്തിൽ വംശീയവും പഴയകാല ഗോത്രാചാരങ്ങളുടെ ഭാഗവുമാണ്. ഈ ഗോത്രവെറി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഗോത്രവെറിയിൽ ഇപ്പോൾ ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അവനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത അതേ ഗോത്രത്തിൽപ്പെട്ട മറ്റൊരാളെ എത്രയോ കാലങ്ങൾക്ക് ശേഷം കൊല്ലും. ഈ ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും ഉണ്ട്, ആഫ്രിക്കയിലെ ഗോത്ര വിഭാഗത്തിനിടയിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഖത്തറിൽ വെച്ചൊരു ആഫ്രിക്കക്കാരനെ കണ്ടിരുന്നു. അവൻ ബുർക്കിനോ ഫാസോ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് ഒളിച്ചോടി ഖത്തറിൽ വന്നതാണ്. ചെറിയ പയ്യനാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നീ എന്താ നാട്ടിൽ പോകാത്തെന്താണെന്ന് വെച്ചാൽ കുറേ നാളായി വന്നിട്ട് പോയി കഴിഞ്ഞാൽ എന്നെ അവിടെ കൊല്ലും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവൻ്റെ അച്ഛൻ്റെ ഏതോ തലമുറയിലെ ഏതോ ഒരാൾ മറ്റൊരാളെ കൊന്നിരുന്നു. അപ്പോൾ ഇപ്പോൾ അവൻ്റെ ടേണാണ്, അവൻ നാട്ടിൽ പോകാൻ മറ്റേ ഗോത്രക്കാർ കൊല്ലും. ഇതൊരു ഗോത്രനീതിയാണ്. ഇത് അവിടെ ധർമ്മത്തിനോ സത്യത്തിനോ മൂല്യങ്ങൾക്കൊരു വിലയില്ല. ഈ ഗോത്രനീതിയിലും വംശീയതയിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിദ്ധാന്തങ്ങളുണ്ട്, പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. അതിലൊന്നാണ് ഇസ്രായേലിനെ നയിക്കുന്ന സിയോണിസം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ശത്രുവിൻ്റെ സ്ത്രീകളെ കൊല്ലുക, ശത്രുവിൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലുക, അവരെ സമ്പത്ത് കൊള്ളയടിക്കുക, അവരെ കഴുതകളെ കൊല്ലുക, അവരെ സ്കൂളിന് ബോംബിടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള
മനസ്താപം ഉണ്ടാക്കുന്ന ഒരു കാര്യമേ അല്ല. ഇത് ഈ ഐഡിയോളജി പഠിക്കാതെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജനിച്ചു വളർന്ന മനുഷ്യർ, ഇപ്പോൾ നമ്മൾ കാണുന്ന IDF-ലെ സൈനികർ, അവർക്ക് എന്തെങ്കിലും മനസ്താപമുണ്ടോ? അത് ഈ ചോര കാണുമ്പോൾ അവരെന്ത് ചെയ്യാണ്? റീൽസ് ഉണ്ടാക്കിയിട്ട് ആഹ്ലാദിക്കുകയാണ്. അവിടെ നടക്കുന്ന ഇൻറ്റേർണൽ സർവേകളിൽ പറയുന്നു 65% ആൾക്കാർ ഈ യുദ്ധത്തേക്ക് സപ്പോർട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അവർക്ക് എതിർപ്പ് നെതന്യാഹു ഇത് കൈകാര്യം ചെയ്ത രീതിയോട് മാത്രമേ എതിർപ്പുള്ളൂ. ഹോസ്റ്റേജസിനെ വിട്ടയപ്പിക്കാത്തതിലും നെതന്യാഹുവിൻ്റെ അഴിമതിയിലും നെതന്യാഹു നടത്തുന്ന പരിഷ്കരണങ്ങളൊക്കെ അവർക്ക് എതിർപ്പുള്ളൂ. അല്ലാതെ ഗസയോട് അവർക്ക് ചെയ്യുന്നതിൽ അവരുടെ ബഹുഭൂരിഭാഗം ആൾക്ക് എതിർപ്പില്ലാത്ത ആളില്ല എന്നല്ല. ഇസ്രായേൽ വളരെ അപൂർവ ആൾക്കാരുണ്ട്, പക്ഷെ അവർ വോയിസ് സൈഡിലും ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഹിറ്റ്ലർ ജൂതന്മാരെന്തെങ്കിലും ഹിറ്റ്ലറോട് ചെയ്തിട്ടാണോ? ആ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റൊക്കെ നമ്മൾ കണ്ടില്ല സിനിമ, അതിലൊക്കെ ആളുകളെ കൊല്ലാൻ കൊണ്ടുപോകുന്ന വെച്ചാൽ കുട്ടികൾ മുതൽ സ്ത്രീകൾ മുതൽ എല്ലാവരും ഉണ്ടല്ലോ അതിൽ. നമ്മൾ അവരുടെ മുഖത്തേക്ക് നോക്കുകയാണല്ലോ, ഇവരെ മൊത്തം കൊല്ലാൻ കൊണ്ടുപോകാണല്ലോ. കൊല്ലം കൊണ്ടുപോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഭാവഭേദമുണ്ടോ? ഈ കൊല്ലുന്നവർക്ക് ഭാവഭേദമുണ്ടോ? അപ്പോൾ അതങ്ങനെയാണ്. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നടന്ന, അതിന് മുമ്പ് ശേഷമൊക്കെ നടന്ന കാര്യങ്ങളുടെ ഒരു പുനരാവർത്തനം എല്ലാ നൂറ്റാണ്ടിലും ഈ ചരിത്രം ആവർത്തിക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നു ഇത് ഉടനെങ്ങും തീരാൻ പോകുന്നതല്ല. ഈ ഹിറ്റ്ലറുടെ കാലത്ത് എങ്ങനെയാണോ ലോകം കൈ കിട്ടി അതിനോട് നോക്കിയിരുന്നത്, അതേ വംശഹത്യ തന്നെയാണിത്. ഇത് ജനസൈഡ് തന്നെയാണ്, അതിനങ്ങനെ തന്നെ വിളിക്കണം. ഗസയിൽ നടക്കുന്ന യുദ്ധമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലാഷോ അതിർത്തി തർക്കമോ ഒന്നുമല്ല. അവിടെ ഗസയിൽ നടക്കുന്നത് ജനസൈഡാണ്, വംശഹത്യയാണ്. ആ വംശഹത്യയിൽ ഹിറ്റ്ലറുടെ കാലത്ത് ലോകം കൈകെട്ടി നോക്കിയിരുന്ന പോലെ ഇപ്പോഴും നോക്കി നിൽക്കുന്നു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒരു അനീതി നടക്കുമ്പോൾ അതിൽ പ്രതികരിക്കാതെ നിശബ്ദമായി നിൽക്കുന്നതും ആ ദുരന്തം നേരിട്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ പാപമാണെന്ന് പറയാറുണ്ട്. ലോകമെല്ലാം കണ്ണു തുറന്ന് തന്നെ കാണട്ടെ. ഓരോ ദിവസവും നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ഇപ്പോഴും ഗസയിൽ മരിച്ചു വീഴുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസിന് സമയം അവസാനിക്കുകയാണ്. നമസ്കാരം.